പ്രിന്റു മഹാദേവ് ആരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളെ ഈ രീതിയിലാക്കിയതിനുള്ള ഉത്തരവാദി? പ്രിന്റു മഹാദേവ്, താങ്കൾക്ക് കേൾക്കാമെന്നാണ് കരുതുന്നത്. ആരാണ് നീറ്റ്, നെറ്റ് തുടങ്ങിയ പരീക്ഷകളെ ഈ രീതിയിലാക്കി മാറ്റിയത്? അതിന് ഉത്തരവാദി ആരാണ്? തീർച്ചയായും ഈ രാജ്യത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീറ്റ് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിവാദം, ആ വിവാദത്തിൽ കൃത്യമായിട്ട് അത് നടത്തുന്ന ഏജൻസിയും അതിന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാരും അതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന രീതിയിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരീക്ഷാ വിവാദത്തിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത്. അത് ഇന്നലെ കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഈ രാജ്യത്ത് ഏറ്റവും സുതാര്യമായ രീതിയിൽ, ഏറ്റവും സമഗ്രമായ രീതിയിൽ പരീക്ഷ നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു സംവിധാനമാണ് NTA. നമുക്കറിയാം, അത് ഒരു BJPയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് ആരും കാണേണ്ടതില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ്. നമുക്കറിയാം, 1986 അന്നത്തെ NEP അനുസരിച്ച് കൊണ്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ടെസ്റ്റിംഗ് ഏജൻസി ദേശീയ തലത്തിൽ വിദ്യാർത്ഥികളെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് ഒരു സുതാര്യമായിട്ടുള്ള ഒരു പരീക്ഷ നടത്താൻ വേണ്ടി, അത് നീറ്റ്, നെറ്റ്, അതുപോലെ തന്നെ JEE അങ്ങനെ അടക്കമുള്ള, അതുപോലെ തന്നെ റെയിൽവേ അടക്കമുള്ള മുഴുവൻ മേഖലകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഏജൻസി വേണമെന്ന് 1986 NEPയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നീട് 2013 മൻമോഹൻ സിംഗ് ആണ് NTA എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനൊരു ഫോം എന്ന രീതിയിൽ അതിന് പ്രാഥമികമായിട്ടുള്ളൊരു കരട് രേഖ തയ്യാറാക്കുന്നത്. പിന്നീട് 2017 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്യാബിനറ്റാണ് ഇതിന് അംഗീകാരം നൽകുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, CBSE ആയിരുന്നു ഈ പരീക്ഷകൾ ഒക്കെ, ഈ നെറ്റ് പോലെയുള്ള പരീക്ഷകൾ നടത്തിയിരുന്നത്. 4 വർഷമായിട്ടാണ് ഇപ്പോൾ NTA ഈ പരീക്ഷ നടന്നത്. അങ്ങേയറ്റം ഗൗരവകരമായിട്ട്, ഏറ്റവും സുതാര്യവുമായിട്ടും ഏറ്റവും കാർക്കശ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഈ പരീക്ഷ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള നീറ്റിലും നെറ്റിലും നടന്നിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, ഈ പരീക്ഷയെ അട്ടിമറിക്കാൻ വേണ്ടി ഒരുപറ്റം ആളുകൾ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ നെറ്റ് എക്സാം കൃത്യമായിട്ട് അത് പിരിച്ചു റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ CBI അന്വേഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്, നീറ്റുമായി ബന്ധപ്പെട്ട, കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നിന്നുകൊണ്ട് അതിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വിവാദങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നപ്പോഴാണ് ഇത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഇടപെടുന്ന രീതിയിലേക്ക് വന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരു പാകപ്പിഴയും സംഭവിച്ചില്ല എന്ന നിലപാടിലാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇങ്ങനൊരു പ്രശ്നമുണ്ടായതായി ആദ്യം സമ്മതിച്ചതേയില്ല. എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് NTA ഇതുവരെ മുന്നോട്ട് വച്ചിട്ടുള്ളത്? അല്ല സാർ, ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, ആസൂത്രിതമായിട്ട് NTA തകർക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. അത് നരേന്ദ്രമോദി സർക്കാർ ഇത്രയും പരീക്ഷകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നിരിക്കുന്നു, പരീക്ഷ റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി എന്താണ് തകരാനുള്ളത്? ആകെ തകർന്നിരിക്കുകയല്ലേ? അല്ല, അത് തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നിട്ടുണ്ടെന്നും കൃത്യമായി പരിശോധിക്കണം. NTA-യുടെ സുതാര്യതയും അതിൻ്റെ സമഗ്രതയും ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ ആസൂത്രിതമായി ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർത്തൽ സംഘങ്ങളുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷമായിട്ട് അത്തരത്തിലുള്ള പ്രവണതകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ 10 വർഷത്തെ ഒരു ചരിത്രം കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ ഈ പ്രതിഷേധം ഇല്ലായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ പോലും കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലായിരുന്നല്ലോ. ഇത് എങ്ങനെയാണ്, എപ്പോൾ മുതൽ തുടങ്ങി, ആരാണ് ഇതിന്റെ പിന്നിൽ, ഉത്തരവാദികൾ ആരാണ് എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. NTA പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അല്ല,
അല്ല, അതിനകത്ത് കൃത്യമായിട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, NTA പുനഃസംഘടിപ്പിക്കും. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പരീക്ഷയെ വിശ്വാസിയെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏത് കൊലകൊമ്പനായിരുന്നാലും ശരി, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നൽകുമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇടപെട്ടത്, കാരണം എല്ലാ കാലഘട്ടത്തിലും ഈ സർക്കാരിന്റെ ഒരു പോളിസിയെ നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലെങ്കിൽ ഉദ്യോഗ തലത്തിലുള്ള ആളുകളാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ അലഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇത് വളരെ ലാഘവത്തോടു കൂടിയാണോ BJP കാണുന്നത്? ഇത്ര ലാഘവത്തോടു കൂടിയാണോ BJP ഈ വിഷയത്തെ സമീപിക്കുന്നത്? എത്ര ഗുരുതരമായ പാകപ്പിഴകളാണ് ഈ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, അതിന്റെ റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് NTA കാഴ്ചവെച്ചത് എന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതിനെ BJP ഗൗരവത്തിൽ കാണുന്നില്ലേ? അല്ല, അങ്ങേറ്റ ഗൗരവത്തോടുകൂടി തന്നെയാണ് സാർ പറയുന്നത്. അതുകൊണ്ടല്ല ഇപ്പോൾ നെറ്റ് പരീക്ഷ നമ്മൾ പറയുന്നത് CBI അന്വേഷണത്തിലേക്ക് പോകുന്നു. നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും സമഗ്രമായി പരീക്ഷിക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോകാത്ത രീതിയിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഇപ്പം നീറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചില പോയിന്റ് സുപ്രീം കോടതി പറഞ്ഞില്ല, 0.1% ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ റദ്ദാക്കിയെങ്കിൽ എന്തുകൊണ്ട് നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നില്ല? എന്തുകൊണ്ടാണ് നെറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ എടുത്ത നിലപാടുകൾ, അന്വേഷണത്തിന്റെ നിലപാടുകൾ ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ എടുക്കാതിരിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? അങ്ങനെയല്ല സാർ, ഏതെങ്കിലും ഒരു പറ്റം ക്രിമിനൽ സംഘം ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകൾ കാരണം 24 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഭാവി തുലയ്ക്കുന്ന രീതിയിലേക്ക് ഒരു പരീക്ഷയെ റദ്ദാക്കിക്കൊണ്ട്, നമുക്കറിയാം നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷ ഇന്ത്യയിൽ തന്നെ ക്രിമിനൽ സംഘത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് എവിടെന്നാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? തലപ്പത്ത് മന്ത്രി അവിടെ തന്നെ ഇരിക്കുകയും ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തുടക്കത്തിൽ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രി അവിടെ ഇരിക്കുന്നിടത്തോളം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ വേറെ ഏതെങ്കിലും ക്രിമിനലുകളുടെ തലയിൽ ഈ കാര്യങ്ങൾ ചാർത്തി വെക്കുന്നത്? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ ആരാണ് എന്താണെന്ന് നീറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് അറിഞ്ഞില്ല സാർ. ഇപ്പം നമുക്കറിയാലോ, ഈ അനുരാഗ് യാദവ് എന്ന് പറയുന്ന ആൾ നേരിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരീക്ഷയുടെ 2 ദിവസം മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അദ്ദേഹത്തിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തത് ആരാണ്? അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള സിക്കന്ദർ യാദവ്. ഈ സിക്കന്ദർ യാദവ് ആരാണ്? അദ്ദേഹം ഈ ബീഹാറിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിന്റെ PS-ന്റെ ബന്ധു. അപ്പൊ നോക്കണം, അപ്പൊ ഈ കണക്ഷൻ നമ്മൾ നോക്കണം. അപ്പൊ കൃത്യമായിട്ട് ചില ചിത്രങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. BJP നേതാക്കളോടൊപ്പം ഈ പറയുന്ന നിതീഷ് കുമാർ എന്ന് പറയുന്ന പ്രതി കൂടെ നിൽക്കുന്ന ചിത്രം, ഈ BJP നേതാക്കളുടെ ഒപ്പമുള്ള ചിത്രവും RJD നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ബന്ധുത്വം കൊണ്ട് മാത്രം കാര്യമില്ല. അല്ല, അതുകൊണ്ട് ഞാൻ പറയും, ഇതിനകത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും, ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇങ്ങനെ മുൻമുന്നിൽ നിർത്തുന്ന ഈ കുറ്റക്കാരായിട്ടുള്ള ക്രിമിനലുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രഥമമായിട്ടുള്ള കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും 2 പരീക്ഷകൾ, പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ ഇങ്ങനെ അവതാളത്തിലായിട്ട് CBI അന്വേഷണം ഒരു ഭാഗത്ത്, ഒരു പരീക്ഷയുടെ നടക്കുന്നു. നീറ്റ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയാണ്. അക്കാര്യത്തിൽ എന്താണ് കുട്ടികൾക്ക്, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഈ വാർത്ത ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് നടപടിയാണ് BJP സർക്കാർ ചെയ്യുന്നത്? അല്ല സാർ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നടപടി തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് സുപ്രീം കോടതി ഇടപെടൽ കൃത്യമായി നീറ്റ് പരീക്ഷയിൽ നടന്നു. സുപ്രീം കോടതിയുടെ വിധിയുടെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും ആരാണോ ഇതിനകത്ത് നടന്ന കുറ്റക്കാർ, നമുക്ക് കേവലം 1-2 പേർ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ 24 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഭാവി തുലയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ലോജിക്കലി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം എന്തുകൊണ്ട് നീറ്റ് പരീക്ഷ നടക്കും. നമ്മൾ മനസ്സിലാക്കണം, ഒരു നീറ്റ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2-3 വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കമൊഴിച്ചിട്ട് ഒരു പറ്റം വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടാണ്. പക്ഷേ ഇതിനകത്തുള്ള യഥാർത്ഥ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അല്ലാതെ പരീക്ഷ റദ്ദാക്കുന്ന യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് BJP സർക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഞാൻ തിരിച്ചു വരാം.